മാധ്യമ പ്രവർത്തകരോട് ഞങ്ങളുടെ സഭയ്ക്കുള്ള കടപ്പാടും കൃതജ്ഞതയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന സഹകരണത്തിനൊക്കെ ഒരുപാട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നതിന് സിനഡിൻ്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി രൂപതയുടെ മെത്രാപ്പൊലിത്തയായിട്ടുള്ള ഇപ്പോഴത്തെ ജോസഫ് പാമ്പ്ളാനി പിതാവിനെ എറണാകുളം അതിരൂപതയുടെ ചാർജ് വിക്കർ ഓഫ് ദ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ കൈമാറി. ഞങ്ങൾ ആ കൈമാറ്റ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഞാനിവിടെ ഒരു വർഷത്തിൽ കൂടുതൽ നാൾ സിനഡ് റെക്കമെൻഡ് ചെയ്തതിൻ്റെ പേരിൽ പരിശുദ്ധ പിതാവ് എന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാർപ്പാപ്പ നിയോഗിച്ചു. അത് ഒരു കൊല്ലത്തിലേറെ ആയിട്ട് ഞാനിവിടെ സേവനം ചെയ്തു. എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും ദൈവം എന്നെ വരമേൽപ്പിച്ച ഒരു ചുമതല ചെയ്യാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിച്ചു. വിജയിച്ചോ പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ കാര്യമല്ല. ഞാൻ സഭ എന്നെ ഏൽപ്പിച്ച കാര്യത്തോട് വിശ്വസ്തയോടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസാക്ഷിയിൽ എല്ലാ വൈദികരെയും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തെയും സന്യസ്തരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചു. അതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല. ഒരു കർക്കശമായിട്ടുള്ള വാക്കുകളും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ട് ഞാൻ ഇടകൊടുത്തിട്ടില്ല. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് സീറോ മലബാർ സഭയോട് ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയും ചേരണമെന്നും അങ്ങനെ സാർവത്രിക സഭയുടെ ആ കൂട്ടായ്മയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സാക്ഷ്യം നൽകണമെന്നുള്ളതാണ്. അതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എല്ലാവരും തയ്യാറാകട്ടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ശുശ്രൂഷ ഞാൻ കുറച്ച് നാൾ ചെയ്യാനായിട്ട് സാധിച്ചത്. ഞാൻ 53 കൊല്ലമായി പുരോഹിതനായിട്ട്. ഇതുവരെ ഇവിടെ വരുന്നതിന് മുമ്പ് വളരെ ഈസി വാക്ക് ഓവറായിരുന്നു എല്ലാം. അപ്പോൾ ബുദ്ധിമുട്ടുകളും പൗരോഹിത്യ ശുശ്രൂഷകളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ടുള്ളൊരവസരം എനിക്ക് കർത്താവ് തന്നതിൽ എനിക്ക് നന്ദിയും സന്തോഷമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു സ്വതന്ത്ര സഭയാകുമെന്ന് അങ്ങ് ഭയന്നിരുന്നു? ഇല്ല, ഒരിക്കലുമില്ല. അതൊക്കെ പറയാൻ വേണ്ടി പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ സീറോ മലബാർ സഭയുടെ സിനഡിനോട് ചേർന്ന് എറണാകുളം അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായരും ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ഞാൻ പറയുന്നത്. ഒറ്റക്കെട്ടായിട്ട് സീറോ മലബാർ സഭയോട് ചേർന്ന് സാർവത്രിക സഭയിലെ കൂട്ടായ്മയിൽ എല്ലാവരും നിൽക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. ചർച്ചയിൽ പങ്കുചേരുന്നത് കൂരിയായുമായിട്ട് ആലോചിച്ച് കൂരിയായിൽ നിന്ന് ഒരാളെ പ്രതിനിധിയായിട്ട് അയക്കുന്നത്. ഒന്നും ലോകത്ത് ശാശ്വതമായതല്ലല്ലോ, കാര്യങ്ങൾക്ക് മാറാം.